നമ്മളൊരു പാർട്ടിൽ നിൽക്കുമ്പോൾ മറ്റൊരു പാർട്ടിലേക്ക് വിളിച്ച് കഴിയുമ്പോൾ ഇവിടെ സീറ്റ് കിട്ടാണ്ട് വരുമ്പോൾ അങ്ങോട്ട് ചാടും. അവൻ്റെ പീഡന കേസ് എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങോട്ട് പറയും. ഈ ഒരു ഇലക്ഷൻ പറയുമ്പോൾ ഈ പീഡന കേസല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ സ്വർണ്ണ പാളി വന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടെ അതിലേക്ക് പോകും. പിന്നെ പീഡനം വരുമ്പോൾ അതിലേക്ക് പോകും. ഇപ്പോൾ ഒന്നും മറക്കാനായിട്ട് ഒന്നും ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അന്നും ഇന്നും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ ഭരിക്കുന്ന ആൾക്കാർക്ക് വെച്ചടി കയറ്റമുണ്ട്. അവരുടെ ഭരണം തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് ഏകദേശം താല്പര്യമില്ലാത്തൊരവസ്ഥയിലാണ്. അവർ ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിന്നിട്ട് ജയിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടിയിലോട്ട് പോകുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യമായിരിക്കും. അല്ലാണ്ട് ഇപ്പം എന്താ നമ്മൾ പറയാൻ മുന്നണി മാറ്റത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇലക്ഷൻ മുന്നണി മാറ്റം നോക്കുന്നില്ല. അവരവരുടെ വയറ്റിപ്പഴപ്പ് നോക്കുന്നു. കുറേ ചാനലുകാർ ഇത് വിറ്റ് ജീവിക്കുന്നു. അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ. അപ്പോഴേ നമുക്ക് പറയാനുള്ളൂ. അല്ലത് വേറെ ഒന്നുമില്ല. ഇതെല്ലാം ബിസിനസ്സാണ്. അല്ല, അവർ മുന്നണിമായി ഇപ്പോൾ 5 വർഷം കൂടുമ്പം ആളുകൾ മടുത്ത അപ്പുറത്തിപ്പുറത്തായിട്ടൊക്കെ വോട്ട് ചെയ്യും. അടുത്ത് വീണ്ടും മറ്റൊരു തിരഞ്ഞെടുക്കും. ഇതൊക്കെ തന്നെ ഇവിടെ നടക്കുന്നു. ഈ ജനങ്ങളാണ് ഏറ്റവും വലിയ കള്ളന്മാർ. നമ്മളൊരു പാർട്ടിൽ നിൽക്കുമ്പോൾ മറ്റൊരു പാർട്ടിലേക്ക് വിളിച്ച് കഴിയുമ്പോൾ ഇവിടെ സീറ്റ് കിട്ടാണ്ട് വരുമ്പോൾ അങ്ങോട്ട് ചാടും. അവൻ്റെ പീഡന കേസ് എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങോട്ട് പറയും. ഈ ഒരു ഇലക്ഷൻ പറയുമ്പോൾ ഈ പീഡന കേസല്ലാതെ വേറെ ഒന്നുമില്ല. എവിടെ ചെന്നാലും പീഡനം മാത്രമേ ഉള്ളൂ. അത് ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് പാർട്ടിക്കാരെ പറയണ്ടല്ലോ. അപ്പോൾ ആ പാർട്ടിയെ സംബന്ധിച്ചോളം ആൾക്കാർക്ക് വലിയ മതിപ്പില്ല ഇപ്പം ഒരാൾക്കും. ഇപ്പം ഞാൻ പറഞ്ഞതല്ല, ഒരു വീട്ടുകാർക്ക് ഇപ്പോൾ ഈ പീഡന കേസ് വരുമ്പോൾ എല്ലാവരും തള്ളിക്കളിയാണ്. കാരണം കേൾക്കാൻ ചാനലിലെല്ലാം ഇങ്ങനെ നോക്കിയത് കാണില്ല ആൾക്കാർ. ആ അവസ്ഥയിലെത്തി. മുന്നണി ഭാരതം ഓരോരുത്തരുടെ സ്വാർത്ഥ താല്പര്യം അനുസരിച്ചാണ്. കാരണം എനിക്കിപ്പോൾ സീറ്റിലാൾക്കാർക്ക് എനിക്ക് പണം ഉണ്ടാക്കണമെന്ന് ചിന്താഗതിയാണ്. എൻ്റെ കുടുംബം എൻ്റെ മക്കളൊക്കെ നന്നായി നല്ല വലിയ ഉദ്യോഗം കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുള്ള ആശക്കാരെ കൂടുതൽ. അപ്പോൾ അവിടെ സീറ്റ് കിട്ടാണ്ട് വരുമ്പോൾ ഇപ്പുറത്തോടി ആടും. അതാണ് നടക്കണം. അത് വലിയ വലിപ്പമായിട്ടാണ് കണക്ക് കൂട്ടാൻ പറ്റില്ല. സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇതൊന്നുമല്ല. അവർക്ക് നിത്യകാലം ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പം ജോലി എടുത്താലും ജീവിക്കാൻ പറ്റില്ല. കാരണം അവരുടെ സാമ്പത്തികമായിട്ട് ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെയും വില കയറിയിട്ട് നിൽക്കാൻ കഴിയില്ല. കാരണം വെള്ളത്തിന് അമിതമായ ചാർജായി കയറ്റിയാണ്. എത്ര കൊല്ലത്തിനിടയിൽ അമിതമായ ചാർജ്. കറണ്ട് ചാർജാണ് 6 പ്രാവശ്യം കൂട്ടി. ഇപ്പോൾ ഒരു വണ്ടിയുടെ പേപ്പർ എല്ലാം ഒരു അങ്ങനെ, നമ്മൾ ടാക്സ് അങ്ങനെ വീട്ടിൽ കരം അടക്കുന്നത് വേറെ വിധത്തിൽ. പിന്നെ ആരോട് നമ്മളിത് പറയാനത്? ആരെങ്കിലും പറഞ്ഞാൽ തന്നെ കേൾക്കൂല. കാരണം അവരുടെ മക്കൾ, അവരുടെ കുടുംബം, അവരുടെ ഉല്ലാസിക യാത്രകളോ നടക്കണം. അല്ല, പാവങ്ങൾക്ക് ഒരു ഗുണമില്ല. ഇപ്പം നല്ല ജയിലിലെ ആൾക്കാർക്ക് കാശ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ആശാ വർക്കാർക്ക് എന്തുണ്ട്? അവർക്ക് ഇതുപോലെ ഈ കട്ടും പൊടിച്ച് 10 രൂപ തല്ലി കൊന്നും പൊടിച്ച് കട്ടും മുടിച്ചും അകത്തായി കഴിയുമ്പോൾ അവർക്ക് ശമ്പളം 12,000 രൂപ 20,000 രൂപ മാസം. ഫുഡ് കാര്യങ്ങൾ ഫ്രീ, ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫുഡ്, താമസിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാ പാർട്ടികളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അംഗം. അപ്പോൾ സാധാരണക്കാർ ഈ കൂലിപ്പടിക്കുന്ന കാരണമൊന്നും രക്ഷയില്ല. പോലീസിനെ ഭാഗത്താണെങ്കിൽ ഇതും അതിനെക്കാട്ടി അപ്പുറമാണ്. ഒരു വണ്ടിയായിട്ട് ഇടയിൽ വന്നവർക്ക് ഒളിക്യാമറയായിട്ട് ഫോട്ടോ എടുത്താൽ അത് അവർ വെള്ളത്തിലാക്കും. ഇതാണ് അവസ്ഥ. പിന്നെ എങ്ങനെ ജീവിക്കണം? സാധാരണക്കാർ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ്. അത് തർക്കമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞതല്ല, മൊത്തത്തിലുള്ള അഭിപ്രായങ്ങളും മുഴുവൻ ഇത് തന്നെ ജനങ്ങളുടെ. അതിലേക്കുള്ളതൊന്നും നമ്മൾ പ്രതികരിച്ചാലും കാര്യമില്ല. അവർ ഈ ഉല്ലാസം കാര്യങ്ങളും അങ്ങോട്ട് പോകും പാർട്ടിക്കാർക്ക്. നമ്മൾ അന്ന് ഈ കൂലിപ്പണി ബാക്കി അവിടെ എന്ത് പറഞ്ഞതല്ലാതെ നിർത്തിയില്ല. ജീവിക്കാനുള്ള പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ജനങ്ങൾ. വെറുതെ മുട്ടി. അതുകൊണ്ടാണ് മുന്നണി മാറ്റം ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഓരോരുത്തരുടെയും നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് മുന്നണി മാറുന്നത്. ഒരു പാർട്ടിയുടെ അടിയുറച്ച് വിശ്വസിക്കുന്ന ആരും മുന്നണി മാറാൻ തയ്യാറാവില്ല. ആ പാർട്ടിയുടെ എത്തിക്സ് നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും മുമ്പോട്ട് പോകുന്നത്. പിന്നെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനകത്ത് വരുന്ന പ്രശ്നങ്ങളെ നേരിട്ട് മനസ്സിലാക്കി ഇടപെട്ടെങ്കിൽ മാത്രമേ ഓരോ പാർട്ടിക്കും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മുന്നണി വിടുക എന്നുള്ളതല്ല, അതിൽ ഉറച്ചു നിന്നുകൊണ്ട് പാർട്ടി തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇലക്ഷൻ മുന്നോടിയായിട്ട്. ഇന്ന് മുതൽ തുടങ്ങിയതല്ലോ, പഴയ കാലം മുതലുള്ളതല്ലേ ഇത്. അപ്പം പിന്നെ അന്ന് ആ കാലങ്ങളിൽ നോക്കാത്ത ഇപ്പോൾ നോക്കിയിട്ട് എന്താ കാര്യം? അന്ന് നോക്കേണ്ടതായിരുന്നു. അത് ഇന്ന് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അതിലെനിക്ക് വേറെ അഭിപ്രായമൊന്നും പറയാനില്ല. അതിൽ ഇപ്പോൾ ഈ BJP-യിലോട്ടും ആൾക്കാർ പോകുന്നുണ്ട്. അത് ഒരു ഇഷ്ടമാണ്. അത് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോകാം, ഏത് രാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള അവകാശമുണ്ട്. അതായത് എൻ്റെ അവരുടെ അത് അവകാശങ്ങളാണ്. പിന്നെ അത് ആരും ചോദ്യം ചെയ്തിട്ടേ ആവശ്യമില്ല. ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് കോൺഗ്രസിൽ നിന്നൊക്കെ ആൾക്കാർ പോകുന്നത്, കോൺഗ്രസിലോട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇത് ഇലക്ഷനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് തോന്നുന്നില്ല. ഒരു കക്ഷിയുടെ ഒരു സമയത്ത് ഒരേ സമയത്ത് ഭരിക്കരുത്. ഒന്നിടവിട്ട് മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ
പഠനത്തിന് ഒരു മാറ്റം ഉണ്ടാവും. രാഷ്ട്രീയമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ പത്രവാർത്തകളോട് കേൾക്കുന്ന കാര്യങ്ങൾ സത്യമാണോന്ന് എനിക്ക് തീർത്തും അറിയാൻ പറ്റണില്ല. ഓരോരുത്തരുടെ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. പീഡന പരാതിയാണ് ഇപ്പോൾ കൂടുതൽ വന്നേക്കുന്നത്. വേറൊരു കാര്യം വരുമ്പോൾ മറ്റേലേക്ക് ചാടും. ഇപ്പോൾ സ്വർണ്ണ പാളി വന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടെ അതിലേക്ക് പോകും. പിന്നെ പീഡനം വരുമ്പോൾ അതിലേക്ക് പോകും. ഇപ്പോൾ ഒന്നും മറക്കാനായിട്ട് ഒന്നും ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഈ മുന്നണി മാറ്റങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ, പാർട്ടി സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് മുന്നണി മാറ്റങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാ? രാഷ്ട്രീയമായിട്ട് എനിക്ക് അതിന് താല്പര്യമില്ല സംസാരിക്കാൻ. പാർട്ടിയിലേക്ക് മാറുന്നതെന്ന് വെച്ചാൽ ഒരു പാർട്ടി വിട്ട് വേറൊരു പാർട്ടിയിലേക്ക് മാറുന്ന അവരുടെ ഓരോരുത്തരുടെ സ്വാർത്ഥ താല്പര്യം ജനങ്ങൾക്ക് വേണ്ടിയൊന്നുമില്ല. അവരുടെ പോക്കറ്റ് തീർപ്പിക്കുക എന്നുള്ളൊരു മാത്രമൊന്നും പോകും. അതെനിക്ക് വേണം, അല്ലെങ്കിൽ അവർക്ക് സ്ഥാനം കിട്ടാൻ അത്രയും. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അന്നും ഇന്നും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. ഭരിക്കുന്ന ആൾക്കാർക്ക് വെച്ചടി കയറ്റമുണ്ട്. അവർ ഭരിക്കുന്ന ആൾക്കാരുടെ ശമ്പളം കൂട്ടുന്നുണ്ട്. അവർക്ക് എന്തെല്ലാം അലവൻസാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മെഡിക്കൽ കോളേജിലും ഇവിടെ വരാന്തയിലും ആൾക്കാർ കിടക്കുമ്പോൾ മന്ത്രിമാരും അമേരിക്കയിലും ഒക്കെ നടന്ന് സുഖ ചികിത്സയൊക്കെ നടത്തി നടക്കണേ. അതിനവർക്ക് പൈസയുണ്ട്. അല്ലാത്ത എത്ര മാസങ്ങൾ ഈ വാർദ്ധക്യ പെൻഷനൊക്കെ മുടങ്ങിക്കിടന്ന്. അവർക്ക് ഇനി ഇലക്ഷൻ്റെ സമയം അവരിതെല്ലാം പെൻഡിങ് ക്ലിയർ ആക്കി ആൾക്കാരെ പറ്റിക്കും അല്ലേ? ഈ പാർട്ടിയിൽ നിന്നും മറ്റ് പാർട്ടികളിലോട്ടൊക്കെ ആൾക്കാർ ഇപ്പം സ്ഥാനാർത്ഥി മുന്നണികൾ മാറി പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതിനെക്കുറിച്ചുണ്ട്. അവർക്ക് അവിടെ എന്തെങ്കിലും ഗുണങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവർ പോണത്. അവർക്ക് ഗുണം കിട്ടാൻ വേണ്ടി മാത്രം അവർ പോണതാണ്. പിന്നെ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല. കാരണം യാതൊരു താല്പര്യവും എനിക്ക് ഇല്ലാത്ത കേസാണ്. ഇങ്ങനെ സ്ഥാനാർത്ഥികൾ ഈ മുന്നണി മാറുന്നതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പൊതുവായിട്ട്? മുന്നണി മാറിയത് ഇന്നും ഇന്നലെ തുടങ്ങിയതാണ്. എത്ര കാലമായി ഒരു മുന്നണി വേറെ മുന്നണിയിലേക്ക് അങ്ങോട്ട് ചാടാം. അതിപ്പോൾ ഇന്നും ഇന്നലെ ഇല്ല, എത്ര കാലമായി. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പോകണം, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോകണം, BJP നിന്നൊക്കെ പോകണേ. അപ്പം അതിനെ പറ്റിയുള്ള ഇതൊന്നുമില്ല. പിന്നെ ഭരണത്തെ പറ്റിയാണെങ്കിൽ ഭരണം ഇപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമല്ല. ഇപ്പോൾ LDFൻ്റെ ആയാലും ഇപ്പോൾ ഏത് പാർട്ടി വരുമെന്നും നമുക്കറിയില്ല. ഇതിപ്പോൾ മുന്നണി വന്നാലൊക്കെ കണക്കാണ് അല്ലേ? ഏത് മുന്നണി വന്നാലും നമുക്ക് ഇതില്ല. അപ്പം നമ്മളിവിടെ ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാം. അല്ലാതെ ഒരു മുന്നണിയായിട്ടുള്ള ബന്ധമൊന്നും നമുക്കില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇലക്ഷൻ ആയതുകൊണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സന്ദർഭമാണ് അത്രയേ ഉള്ളൂ. അവനവൻ്റെ കാര്യം സംരക്ഷിക്കാനുള്ളത്, വേറെ ഒന്നുമില്ല അതിൽ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഇലക്ഷൻ ആകുമ്പോൾ അവരുടെ പാർട്ടിനെ സംരക്ഷിച്ച് നിർത്താനും വേണ്ടിയിട്ടുള്ള അത്രയേ ഉള്ളൂ അതിൽ. അത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞനുസരിച്ചിട്ട് എല്ലാം പോകുന്നേക്കുന്നത് CPM നിന്നാണ്. അവരുടെ ഭരണം തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് ഏകദേശം താല്പര്യമില്ലാത്തൊരവസ്ഥയിലാണ്. അത് തന്നെ ഇരിക്കുള്ളൂ. അതിനകത്ത് നിന്നിട്ട് കാര്യം ഉണ്ടാവില്ലെന്ന് അവർക്ക് വിചാരിച്ചിട്ടുണ്ടാവും. വേറെ അതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പോൾ നിലവിൽ ഇവരുടെ ഇപ്പോഴത്തെ ഭരണം അത്ര നല്ലതാണെന്ന് ജനങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അതൊക്കെ തന്നെയാണ്. മുന്നണി എവിടെയെങ്കിലും മാറും, ജനങ്ങൾക്ക് ക്ഷേമം വരാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഏത് പാർട്ടിയിലാണെങ്കിലും. അതാണല്ലോ അതിൻ്റെ മര്യാദ. ഇലക്ഷൻ സമയപ്പോൾ മുന്നണി മാറ്റത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അവരിപ്പോൾ ഒരു പാർട്ടിയിൽ നിന്നിട്ട് ജയിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പാർട്ടിയിലോട്ട് പോകുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യമായിരിക്കും. അല്ലാണ്ട് ഇപ്പം എന്താ നമ്മൾ പറയാനാണ്? ജനങ്ങളെ സേവിക്കുക എന്നുള്ള ജനാധിപത്യം അതിലില്ല. അവർക്കുള്ള സേവ മാത്രമേ ഉള്ളൂ. പാർട്ടി മുന്നണികൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് BJP ആൾക്കാർ പോകുന്നുണ്ട്, ഇടതുപക്ഷത്തു നിന്നും BJP-യിലോട്ടും കോൺഗ്രസിലോട്ടും ആൾക്കാർ പോകുന്നുണ്ട്. ഈ പാർട്ടി മുന്നണി അങ്ങോട്ട് ഇങ്ങോട്ടും കൂറുമാറിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് എന്താ പറയാം? ഞാൻ പറയാം, പാർട്ടിക്കാര് ഈ കോൺഗ്രസിൻ്റെ പാർട്ടിൻ്റെ ഒരു മേധാവുണ്ട്. ആ മേധാവിനെ പറ്റിക്കാൻ പറ്റുള്ളൂ. ഇവർക്ക് പണം കൊടുക്കുന്നത് കാശ് ബാങ്കിൽ എടുത്തിട്ട് കാര്യമില്ല. ഈ ഉറായിന് അത് തട്ടിപ്പുമാർ എല്ലാം കണ്ടാലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലെ കാശ് കിട്ടി ഈ പണം ഉണ്ടാക്കിയിട്ട് ഈ ഫോട്ടോ എല്ലാ ജനങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി, BJP പാർട്ടി, INDC പാർട്ടി, എല്ലാ പാർട്ടിക്കാരുടെ ജനം കുട്ടിക്കാരനുമായി നമുക്ക് രണ്ട് കാരണം ഒരു കാര്യമില്ല. ആ മനുഷ്യൻ്റെ ഒരു യോഹം ഉണ്ടാകുന്ന മനുഷ്യൻ്റെ എൻ്റെ സത്യം
അത് ജനങ്ങൾ പാർട്ടിക്കാരെ ജനങ്ങൾ വെച്ച് കണ്ടുവെച്ച് മനസ്സിലാക്കാൻ നിന്നും കാണാതിരിക്കാൻ അതിൻ്റെ കുടുംബം എന്താണെന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് വീഡിയോ ഉണ്ടാക്കി കൊടുക്കണം, പാവപ്പെട്ട ആൾക്കാർക്ക് വീഡിയോ എടുക്കണം, പണം ഉണ്ടാക്കി കൊടുക്കണം, ബാങ്കിൽ കാശ് എടുക്കണം, അത് ചെക്ക് എഴുതി കൊടുക്കണം. ചെക്ക് ഉമ്മാൻചാണ്ടി എഴുതി കൊടുത്തതാ, അതേപോലെ എഴുതി കൊടുക്കണം. ഇതാണ് മനസ്സിലാക്കാൻ, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്താണ്ട് സഹിക്കില്ല. ഇന്നും കാര്യം ഉണ്ടാകുന്ന തന്നെ ഇന്നൊരാണ്ട് കോൺഗ്രസിനെമാര് ഉമ്മൻചാണ്ടി ചെക്ക് എഴുതി കൊടുത്തതാ, ആ മനുഷ്യൻ്റെ എന്താ കൊടുക്കില്ല മനസ്സിലാക്കാൻ എന്നെ സഹായിക്കില്ല. എല്ലാ കാരണവും എന്താണ് കോൺഗ്രസ്സുകാര്, ജനങ്ങൾ, കുട്ടിക്കാര്, പാർട്ടിക്കാര്, ജനകൂട്ടം എന്ത് കാരണവും വെച്ചില്ല. ഈ പാർട്ടിക്കാര് എല്ലാ കാരണം എന്താണ്? മനുഷ്യന്റെ രോഗം എന്താണ് പറഞ്ഞ അവർക്ക് ഷൂയില്ലാതെ ആശുപത്രി കിടക്കണം, രോഗികളൊക്കെ നോക്കി കൊടുക്കണം, ഈ 2000 രൂപ കൊടുക്കണം, കാശിന്റെ ആശുപത്രി കൊടുക്കണം. ഈ 2000 രൂപ കൊടുത്തിട്ട് ആയില്ല. ഈ എന്നെക്കുറിച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല. മനുഷ്യന്റെ ഒരു രോഗം ഉണ്ടാകാൻ പറ്റില്ല. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.